കുറെ ഫെമിനിസ്റ്റുകൾ അതിനുവേണ്ടി നടക്കുക. കുറെ ഫെമിനിസ്റ്റുകൾ കണ്ടില്ലേ, ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോഴും ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിന് വലിയ ഐഡിയ ഒന്നും ആർക്കും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്കെങ്കിലും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണെന്ന് വിചാരിക്കാം. എനിക്ക് എറണാകുളത്തേക്ക് പോകണം. എനിക്ക് ഫ്ലൈറ്റ് ത്രൂ പോവാം, ട്രെയിൻ വഴി പോവാം, ബസ് വഴി പോവാം, 2 വീലർ യൂസ് ചെയ്ത് പോവാം. എങ്ങനെയൊക്കെ ആയിരുന്നാലും എൻ്റെ ഡെസ്റ്റിനേഷനായിട്ടുള്ള എറണാകുളത്തേക്ക് എനിക്ക് എത്തിപ്പെടുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഫെമിനിസം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. സോ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ളൊരു സ്റ്റേജ് എത്തണമെന്നുണ്ടെങ്കിൽ ഫെമിനിസം അവിടെ ഉണ്ടായാലേ പറ്റൂ, അത്രേ ഉള്ളൂ. സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് ഒരേ അവസരങ്ങൾ, ഒരേ അവകാശങ്ങൾ, ഒരേ മാന്യത, ഇതെല്ലാം തുല്യമായിട്ട് കിട്ടണം. അതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആശയത്തെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആരാണ് ഫെമിനിസ്റ്റുകൾ? നമ്മുടെ ഈ സൊസൈറ്റിയിൽ ആണിനും പെണ്ണിനും ഒരേ വിലയാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഫെമിനിസ്റ്റുകൾ എന്ന് പറയും. അതായത് മനുഷ്യത്തോടുള്ള എല്ലാ മനുഷ്യരും ഫെമിനിസ്റ്റുകൾ തന്നെയാണ്, അല്ലേ? സോ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ.